തമിഴ്നാട്ടിലുടനീളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറെ ചർച്ചയായ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് വിലാത്തിക്കുളം +2 വിദ്യാർത്ഥിനിയുടെ കൊലപാതകമാണ്. തൂത്തുക്കുടി ജില്ലയിൽ വിലാത്തിക്കുളം സമീപത്ത് നടന്ന ഈ ക്രൂര സംഭവം മുഴുവൻ തമിഴ്നാടിനെയും അല്ല, ലോകത്തെ മുഴുവനും നടുക്കിയിരിക്കുകയാണ്. ഈ കേസിനെ കുറിച്ച് പലരും കടുത്ത വികാരങ്ങളോടെ പ്രതികരിക്കുകയാണ്. ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾക്ക് കർശനമായ നിയമപരമായ ശിക്ഷ നൽകണമെന്നാണ് പൊതുവായ അഭിപ്രായം. 9 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞിരുന്ന പ്രതിയായ ധർമ്മമുനീശ്വരൻ എന്ന വ്യക്തിയെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൻ നൽകിയ മൊഴി അത് കേൾക്കുന്നവരുടെ മനസ്സ് പോലും വിറപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഈ കേസിന്റെ മുഴുവൻ വിവരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി അറിയാൻ പോകുന്നത്. തൂത്തുക്കുടി ജില്ലയിലെ വിലാത്തിക്കുളം സമീപമുള്ള വേടനത്തം ഗ്രാമത്തിലെ +2 വിദ്യാർത്ഥിനിയാണ് ഈ സംഭവത്തിലെ ഇര. മാർച്ച് മാസം 10-ാം തീയതി വീട്ടിൽ ശൗചാലയം ഇല്ലാത്തതിനാൽ സമീപത്തെ കാട്ടുപ്രദേശത്തേക്ക് ആ പെൺകുട്ടി പോയി. അങ്ങനെ പോയ അവൾക്ക് അതവളുടെ ജീവിതത്തിന്റെ അവസാന യാത്രയായിരിക്കുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരിക്കില്ല. സമയം കടന്നുപോയിട്ടും മകൾ വീട്ടിലെത്തിയില്ല. ഇപ്പോൾ അമ്മ വല്ലാതെ ആശങ്കപ്പെട്ടു. ഏറെ ഭയപ്പെട്ടുകൊണ്ട് ഇത്ര നേരമായല്ലോ, എന്താ സംഭവിച്ചത് എന്ന് ആശങ്കപ്പെട്ട അവർ തിരച്ചിൽ ആരംഭിച്ചു. പിന്നീട് അവർ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു പരാതി നൽകി. എന്നാൽ പോലീസ് തുടക്കത്തിൽ കാര്യമായ നടപടിയൊന്നും എടുത്തില്ലെന്നും വിദ്യാർത്ഥിനിയെക്കുറിച്ച് തെറ്റായ രീതിയിൽ സംസാരിച്ചതായും ആരോപണങ്ങൾ ഉയർന്നു. അതേസമയം ഗ്രാമവാസികളും ബന്ധുക്കളും ചേർന്ന് ഒരു മുഴുവൻ ദിവസവും തിരച്ചിൽ നടത്തി. അങ്ങനെ തിരഞ്ഞപ്പോൾ അടുത്ത ദിവസം മാർച്ച് മാസം 11-ന് ആ പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ നിലയിൽ കണ്ടെത്തി. ഏതൊരു മാതാവും അനുഭവിക്കേണ്ടി വരരുതാത്തൊരു ദുരന്തം. ശരീരത്തിൽ പല പരിക്കുകൾ ഉണ്ടായിരുന്നു. അവളെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിക്രൂരമായി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി. ഇതോടെ സംഭവം പോലീസിനെ അറിയിച്ചു. പോലീസ് സംഭവ സ്ഥലത്തെത്തി മൃതദേഹം കൈപ്പറ്റി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. സംഭവത്തിന്റെ തുടക്കം മുതൽ തന്നെ പോലീസിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മകളെ കാണാനില്ല എന്നൊരു പരാതി ലഭിച്ചപ്പോൾ തന്നെ പോലീസ് വേഗത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ജീവനെ രക്ഷിക്കാനായേനെ എന്ന് നാട്ടുകാർ പറഞ്ഞു. ആ പ്രദേശത്ത് സാമൂഹിക വിരുദ്ധരുടെ സാന്നിധ്യം മുൻപേ തന്നെ പരാതിയായി പറഞ്ഞിട്ടും എന്തുകൊണ്ട് സുരക്ഷാ നിരീക്ഷണം ശക്തമാക്കിയില്ല എന്ന ചോദ്യം ഉയർന്നു. ഒരു സംഭവം നടന്നതിന് ശേഷം മാത്രം എത്തുന്നത് മതിയോ? സംഭവങ്ങൾ തടയാൻ എന്താണ് ചെയ്തത് എന്ന ചോദ്യവുമായി ജനങ്ങൾ പ്രതിഷേധം ആരംഭിച്ചു. ഗ്രാമവാസികളും കുടുംബവും ശക്തമായ പ്രതിഷേധം നടത്തി. കുറ്റവാളിയെ ഉടൻ പിടികൂടണമെന്നാവശ്യപ്പെട്ട് റോഡ് ഉപരോധം അടക്കമുള്ള സമരങ്ങളിൽ അവർ ഏർപ്പെട്ടു. പ്രക്ഷോഭം ഇങ്ങനെ ശക്തമാകുമ്പോൾ തൂത്തുക്കുടി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം 10 പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ഈ അന്വേഷണ സംഘം നിയോഗിച്ചതിനു ശേഷം കേസ് ഒരു സസ്പെൻസ് ത്രില്ലർ സിനിമ പോലെ മുന്നോട്ട് പോയി. അന്വേഷണത്തിന്റെ ഭാഗമായി ബന്ധുക്കൾ, ഗ്രാമവാസികൾ, സമീപ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ ഇവരെ ഉൾപ്പെടുത്തി 50-ലധികം ആളുകളെ ചോദ്യം ചെയ്തു. ഗ്രാമം മുഴുവനും വീട് വീടായി പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ ഇത്രയും അന്വേഷണം നടത്തിയിട്ടും കുറ്റവാളിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഒരു ഘട്ടത്തിൽ പോലീസ് തന്നെ ആശയക്കുഴപ്പത്തിലായി. അപ്പോഴാണ് ഈ കേസിന്റെ അന്വേഷണം കൂടുതൽ ശക്തമാക്കാൻ ഡെപ്യൂട്ടി സൂപ്രണ്ടായ സുന്ദരപാണ്ഡ്യനെ അന്വേഷണ ചുമതലയിൽ നിയോഗിച്ചത്. അദ്ദേഹം അന്വേഷണം വേഗത്തിലാക്കി. അതിനിടെയാണ് വേടനത്തം ഗ്രാമത്തിന് സമീപമുള്ള ഒരു കാറ്റാടി യന്ത്രത്തിൽ സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. അവിടെ നിന്നാണ് ഒരു പ്രധാനപ്പെട്ട സൂചന ലഭിച്ചത്. സംഭവം നടന്ന ദിവസം ആ പ്രദേശത്ത് ഒരു ഇരുചക്രവാഹനം വരികയും പോവുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തി. അതാണ് ഈ കേസിലെ ആദ്യത്തെ വലിയ ക്ലൂ. ആ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ഇരുചക്രവാഹനത്തിന്റെ നമ്പർ പോലീസ് കണ്ടെത്തി. അത് പരിശോധിച്ചപ്പോൾ ആ ബൈക്ക് രാമനാഥപുരം ജില്ലയിലെ പാർത്ഥിവനം പ്രദേശത്ത് നിന്ന് മോഷ്ടിക്കപ്പെട്ടതാണെന്ന് കണ്ടെത്തി. അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഇതിനകം ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് പോലീസ് രാമനാഥപുരം ജില്ലയിൽ പോയി അന്വേഷണം നടത്തി. വാഹനത്തിന്റെ ഉടമയോട് ചോദിച്ചപ്പോൾ എന്റെ ബൈക്ക് ശരിക്കും മോഷ്ടിക്കപ്പെട്ടതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതുറപ്പാക്കാൻ ആ സ്ഥലത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു. അപ്പോൾ വ്യക്തമായി ഒരു അജ്ഞാതൻ ആ ബൈക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ക്യാമറയിൽ പതിഞ്ഞിരുന്നു. അതിനുശേഷം ആ മോഷ്ടിച്ച ബൈക്കിലാണ് പ്രതി കാട്ടുപ്രദേശത്തേക്ക് വന്നതെന്നും പോലീസ് സംശയിച്ചു. അടുത്തതായി ഈ ബൈക്ക് മോഷണം പോയ സമയവും അത് ഈ ഗ്രാമത്തിലേക്ക് വന്ന സമയവും മൊബൈൽ ടവർ ഡാറ്റയും എല്ലാം താരതമ്യം ചെയ്ത് നോക്കി. അപ്പോൾ ഈ 2 സംഭവങ്ങളും ഒരേ വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണെന്ന് പോലീസ് കണ്ടെത്തി. അതോടെ ആ ബൈക്ക് മോഷ്ടിച്ച വ്യക്തി ആരാണെന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് ഈ പ്രത്യേക സംഘം അവരുടെ അന്വേഷണം വീണ്ടും ശക്തമാക്കി. അവസാനം രാമനാഥപുരം ജില്ലയിലെ സായൽക്കുടി സ്വദേശിയായ 30 വയസ്സുള്ള ധർമ്മമുനീശ്വരനെയാണ് പ്രതിയായി കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത്. അവനെ കസ്റ്റഡിയിലെടുത്ത് രഹസ്യമായി ചോദ്യം ചെയ്തു. ആദ്യം ഞാനൊന്നും ചെയ്തിട്ടില്ല, ആ ദിവസം അതുവഴി ബൈക്കിൽ വന്നതാണ്, പക്ഷേ ഈ കൊലപാതകവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നവൻ നിഷേധിച്ചു. ഇതിനിടെ
പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ഒരു നിർണായക തെളിവ് പുറത്തു വന്നു. മരണപ്പെട്ട വിദ്യാർത്ഥിനിയുടെ നഖങ്ങൾക്കിടയിൽ മനുഷ്യ മാംസത്തിന്റെ ചെറിയ ഭാഗങ്ങൾ കണ്ടെത്തി. ഡോക്ടർമാർ പറഞ്ഞത് അവൾ പ്രതിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവനെ നഖം കൊണ്ട് കുത്തിയിരിക്കാം. അതുകൊണ്ടാണ് ഈ മാംസ കഷ്ണങ്ങൾ നഖത്തിനിടയിൽ കുടുങ്ങിയതെന്ന്. ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചില സംശയിതരോടൊപ്പം ഈ ധർമ്മ മുനീശ്വരന്റെയും DNA പരിശോധന നടത്തി. ഫലം വന്നപ്പോൾ ഈ വിദ്യാർത്ഥിനിയുടെ നഖത്തിനടിയിൽ കണ്ടെത്തിയ മാംസ കഷ്ണം ധർമ്മ മുനീശ്വരന്റേതാണെന്ന് 100% സ്ഥിരീകരിച്ചു. അതോടെ പോലീസ് അവരുടെ കൈവശമുള്ള CCTV തെളിവുകളും മൊബൈൽ സിഗ്നൽ വിവരങ്ങളും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം കാണിച്ച് കർശനമായി ചോദ്യം ചെയ്തപ്പോൾ അവന് പിന്നെ രക്ഷപ്പെടാൻ മറ്റു വഴിയില്ലാതെയായി. ഒടുവിൽ അവൻ ആ ഭീകരമായ സത്യം സമ്മതിച്ചു. പോലീസ് കസ്റ്റഡിയിൽ ധർമ്മ മുനീശ്വരൻ നൽകിയ മൊഴി അത് ഒരു മനുഷ്യൻ എത്രത്തോളം മൃഗമായി മാറാൻ കഴിയുമെന്ന് കാണിക്കുന്നതാണ്. ആ പ്രദേശത്ത് കൂലിപ്പണിക്കായി വന്നപ്പോഴാണ് അവൻ ആ വിദ്യാർത്ഥിനി ആദ്യമായി കണ്ടത്. അവൾ ദിവസവും അതേ വഴിയിലൂടെ പോകുന്നത് അവൻ ശ്രദ്ധിച്ചിരുന്നു. ഒരു ദിവസം വൈകുന്നേരം ആളുകൾ കുറവായിരുന്ന സമയം ഉപയോഗിച്ച് മുള്ളുള്ള ചെടികൾക്ക് പിന്നിൽ അവൻ ഒളിച്ചിരുന്ന് കാത്തിരുന്നു. അവൾ ഒറ്റയ്ക്ക് വരുന്നത് കണ്ടപ്പോൾ അവളുടെ പിന്നാലെ അവൻ പോയി. ആരും കാണാത്ത സ്ഥലത്തെത്തിയപ്പോൾ പെട്ടെന്ന് അവളെ പിടിച്ചു. അവൾ ഭയന്ന് നിലവിളിക്കാൻ ശ്രമിച്ചു. ഉടൻ തന്നെ അവൻ കൈ കൊണ്ട് അവളുടെ വായ അടച്ചു. പിന്നെ അവളെ കാടിനുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവൾ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കരഞ്ഞു, അപേക്ഷിച്ചു. പക്ഷെ അവൻ ഒന്നും കേട്ടില്ല. അവളെ ലൈംഗികമായി പീഡിപ്പിച്ചു. അതിനുശേഷവും അവൾ ശക്തമായി എതിർത്തുകൊണ്ടിരുന്നു. അവനെ തള്ളിയിടാൻ ശ്രമിച്ചു. സഹായത്തിനായി നിലവിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ശബ്ദം പുറത്തേക്ക് കേട്ടാൽ താൻ പിടിക്കപ്പെടുമെന്ന് അവൻ ഭയപ്പെട്ടു. ഉടനെ അവൻ അവളെ നിലത്തേക്ക് തള്ളി. അവന്റെ 2 കൈകളും അവളുടെ കഴുത്തിൽ വെച്ച് ശക്തമായി ഞെരിക്കാൻ തുടങ്ങി. അവൾ പൊരുതുന്നത് കണ്ടിട്ട് പോലും അവൻ കൈവിട്ടില്ല. ചില നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവൾക്ക് ബോധം നഷ്ടപ്പെട്ടു. അവൾ ഇനിയും ജീവനോടെ തുടരുകയാണെങ്കിൽ താൻ എന്തായാലും പിടിക്കപ്പെടുമെന്ന് അവൻ അറിയാമായിരുന്നു. അതിനാൽ അവൾ ശ്വാസം നിർത്തുന്നത് വരെ അവൻ കഴുത്തിൽ ഞെരുക്കി പിടിച്ചുകൊണ്ടേയിരുന്നു. അവൾ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം അവൻ ആ പിടിവിട്ടു. പിന്നീട് ആർക്കും സംശയം തോന്നാതിരിക്കാൻ മൃതദേഹം അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. 9 ദിവസം വരെ അവൻ താൻ രക്ഷപ്പെട്ടു എന്ന് കരുതി നടക്കുകയായിരുന്നു. പക്ഷേ പോലീസിന്റെ അന്വേഷണം അവന്റെ ചിന്തകൾക്കും അപ്പുറമായിരുന്നു. അവസാനം അവൻ പിടിക്കപ്പെടുകയും ചെയ്തു. സംഭവ സ്ഥലത്തു നിന്നും കണ്ടെത്തിയ മറ്റു വസ്തുക്കളുടെ DNAയും ഇയാളുടേതുമായി പൊരുത്തപ്പെട്ടുവെന്നും പോലീസ് അറിയിച്ചു. ഇതോടെ പോലീസ് അവന്റെ പഴയ കുറ്റചരിത്രം എല്ലാം പുറത്തെടുത്തു. അപ്പോഴാണ് വീണ്ടും ഞെട്ടിപ്പിക്കുന്ന കുറേയേറെ വിവരങ്ങൾ അറിയുന്നത്. 2019 3 മോഷണ കേസുകൾ അവന്റെ പേരിലുണ്ട്. ഇതിലും ക്രൂരമായ മറ്റൊരു കാര്യം, 2020 60 വയസ്സുള്ള ഒരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിന്തിച്ചു നോക്കുക, 60 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. അവരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. അതിൽ അവന് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഇത്ര ക്രൂരമായൊരു കുറ്റം ചെയ്യുമ്പോൾ തന്നെ ഇവൻ ജീവിക്കാൻ അർഹനല്ല. ഈ സമൂഹത്തിൽ ഒട്ടും തന്നെ ഇവൻ പൊരുത്തപ്പെടുന്നവനല്ല എന്ന് നിയമം മനസ്സിലാക്കേണ്ടതല്ലേ? എങ്കിൽ പോലും അവന് ജാമ്യം നൽകിയിട്ടുണ്ട്. അവനെ വളരെ സ്വതന്ത്രനായി ഈ നാട്ടിൽ കറങ്ങാൻ അനുവദിച്ചു. അതായത് ഇതൊന്നും അവന്റെ ആദ്യ കുറ്റമേ അല്ല. ഈ സമയങ്ങളിലൊക്കെ കുറ്റവാളിയെ പിടികൂടിയാൽ മാത്രമേ തങ്ങളുടെ മകളുടെ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്ന വിദ്യാർത്ഥിനിയുടെ മാതാപിതാക്കളും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം ശക്തമായി പ്രതിഷേധിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ശേഷം 10 ദിവസത്തോളം വിദ്യാർത്ഥിനിയുടെ മൃതദേഹം തൂത്തുക്കുടി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ സൂക്ഷിച്ചിരുന്നു. ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഈ മൃതദേഹം ഏറ്റുവാങ്ങാൻ കുടുംബവും ബന്ധുക്കളും സമ്മതിച്ചത്. തുടർന്ന് കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് തൂത്തുക്കുടിയിലേക്ക് പോയി മൃതദേഹം ഏറ്റുവാങ്ങി നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ എല്ലാവരും കാത്തിരുന്നത് ഒരേ ഒരു കാര്യം മാത്രം, നിയമം തന്റെ ജോലി ചെയ്യും. ഈ ക്രൂര കുറ്റവാളിക്ക് യോജിച്ച ശിക്ഷ ലഭിക്കും എന്ന പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. അതേ പ്രതീക്ഷ തന്നെയാണ് നമുക്കുമുള്ളത്. നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ അവന് ലഭിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആഗ്രഹിക്കാം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ പറയാം. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കേസുകളെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.